അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഡിയർ ഫെല്ലോ സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി അറബിക് ലേണിംഗ് ക്ലാസ് റൂം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വന്നത് പുതിയ ഒരു അധ്യായമായിരുന്നു. നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ പേര് ഓർക്കുന്നുണ്ടല്ലേ? മാഷാ അല്ലാ. അവിടെ നമ്മൾ കുറേ പുതിയ പദങ്ങൾ പഠിച്ചു. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളവിടെ മനസ്സിലാക്കിയത്. അതിൽ ഒരു സുഹൃത്ത് ഖിസ്മുൽ കഹ്റുബാ ഇലക്ട്രിക്കൽ വിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരുവൻ മുഖദ്ദിർ റിപ്പോർട്ടറായിട്ട് അൽ വസീല എന്ന് പറയുന്ന ഖനാത്ത് ചാനലിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മജാൽ എന്നൊരു പദം നമ്മൾ പഠിച്ചു. ഫീൽഡ് എന്നുള്ള അർത്ഥത്തിലൊരു പദം പഠിച്ചു. പിന്നെ ഹയ്യാബിന ലെറ്റ്സ്, ഹയ്യാബിന നദ്ഹബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. അപ്പോൾ ഹയ്യാബിന അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അയ്യു ഖിദ്മ എന്ന് പറയുന്ന ഒരു പ്രയോഗം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, വാട്ട് സർവീസ് ഡു യു വാണ്ട് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ അർത്ഥം വരുന്ന അയ്യു ഖിദ്മ എന്നുള്ളൊരു വേർഡ്. അതുപോലെ തന്നെ നമ്മൾ അൽ ഖാദിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിങ്, വരുന്ന. അതുപോലെ തന്നെ റാഫഖ യുറാഫിഖു, ടു അക്കമ്പനി, കൂടെ കൂടുക എന്നർത്ഥത്തിൽ വരുന്ന ഒരു പദം പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ പഠിച്ചു. അതുപോലെ പേജ് നമ്പർ 75 അവിടെയുള്ള 4 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസറുകൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇനി നമുക്ക് ഈ പേജിലെ രണ്ടാമത്തെ എക്സസൈസാണ് നമുക്ക് ചെയ്യാനുള്ളത്. നസിലു ബൈനൽ ജുസ്ഐനിൽ മുനാസബൈനി മിനൽ ജുംല. നസിലു നമുക്ക് മാച്ച് ചെയ്യാം. വസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ചെയ്തു. നസിലു, വസല, യസിലു, നസിലു. ഓക്കെ. വസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് എന്നും അർത്ഥമുണ്ട് കേട്ടോ, റീച്ച്. അപ്പം നസിലു നമുക്ക് മാച്ച് ചെയ്യാം. ബൈനൽ ജുസ്ഐൻ, ജുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം എന്നാണ് അർത്ഥം. ജുസ്ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗങ്ങൾ എന്നാണ്. ബൈനൽ ജുസ്ഐൻ, 2 ഭാഗങ്ങൾക്കിടയിൽ നമുക്ക് മാച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കണം? അൽ മുനാസബൈൻ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 ഭാഗങ്ങളെ നമുക്ക് മാച്ച് ചെയ്യാം. മിനൽ ജുംലത്തി, ജുംലയുടെ. ജുംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെൻറ്റൻസ് എന്നാണ് അർത്ഥം. അപ്പം ഒരു സെൻറ്റൻസിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 ഭാഗങ്ങളെ തമ്മിൽ മാച്ച് ചെയ്യാനാണ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഭാഗമായിരിക്കണം, അവകൾ തമ്മിൽ മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗം, കൈഫ ഹാദിഹിൽ വലീഫ. ഞാൻ ജസ്റ്റ് വായിച്ചു പോവുകയുള്ളൂ, നിങ്ങളാണ് മാച്ച് ചെയ്യേണ്ടത്. കൈഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ, എങ്ങനെ എന്നാണ്, ഹൗ. ഹാദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ്, ഇത്. അൽ വലീഫത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ്. കൈഫ ഹാദിഹിൽ വലീഫ, ഹൗ ഈസ് ദിസ് ജോബ്, എങ്ങനെയുണ്ട് ഈ ജോലി എന്നാണ് ചോദിച്ചത്. അപ്പം അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള പോർഷൻ, സെക്കൻഡ് പോർഷൻ ഈ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ ഭാഗത്ത് എവിടെയാണോ ഉള്ളത് അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. രണ്ടാമത്തേത് മാത തഅമലു. മാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്, എന്താണ്. തഅമലു, നീ ചെയ്യുന്നത്. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള സെക്കൻഡ് ഭാഗം ഇവിടെ ഉണ്ട്, അത് കണ്ടുപിടിച്ച് അതുമായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, മാതാ തഅമലു, എന്താണ് നിൻ്റെ ജോലി എന്നൊക്കെയാണ് അർത്ഥം. ദെൻ അയ്യു ഖിദ്മ നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ച പുതിയൊരു പ്രയോഗമാണ് അയ്യു ഖിദ്മ എന്നുള്ളത്. വാട്ട് സർവീസ് ഡു യു നീഡ്, എന്ത്
സർവീസാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്, മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ ആശയത്തിൽ വരുന്ന അറബി പദമാണ്, അതൊരു പ്രയോഗമാണ് അയ്യു ഖിദ്മ എന്നുള്ളത്. ഓക്കെ, അപ്പം അതിനെ യോജിക്കുന്ന ഒരു സെക്കൻഡ് ഭാഗം, രണ്ടാമത്തെ പാർട്ട് അവിടെ ഉണ്ട്, അതുമായിട്ട് അതിനെ മാച്ച് ചെയ്യാം. പിന്നെ ഉള്ളത് കം സനത്തൻ ഫി ഹാദൽ മജാൽ. കം സനത്തൻ, ഹൗ മെനി ഇയേഴ്സ് ആർ ദർ ഇൻ ദിസ് ഫീൽഡ്. ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷമായി. ഹൗ മെനി ഇയേഴ്സ്, സനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ എന്നാണ്. കം സനത്തൻ, ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം. ഫി ഹാദൽ മജാൽ, ഇൻ ദിസ് ഫീൽഡ്, അപ്പം ഈ ഫീൽഡിൽ എത്ര വർഷമായിട്ട് നിങ്ങളുണ്ട്. ഹൗ മെനി ഇയേഴ്സ് ഹാവ് യു ബീൻ ഇൻ ദിസ് ഫീൽഡ്, ഈ ഒരു ഫീൽഡിൽ എത്ര വർഷമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തേത്, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മിൻ ഐന അന്ത, ഫ്രം വെയർ ആർ യു. മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം, ഐന വെയർ, അന്ത യു. മിൻ ഐന അന്ത, ഫ്രം വെയർ ആർ യു, എവിടെ നിന്നാണ് നീ വരുന്നത്. അപ്പം അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്, അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഇനി രണ്ടാമത്തെ ആ ഒരു ഭാഗത്ത് തന്നിട്ടുള്ളത്, അതിൻ്റെ അർത്ഥം ജസ്റ്റ് പറഞ്ഞു പോകാം. നുരീദു അഷായ്, അറാദ യുരീദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണ്ട്, വേണം എന്നാണ്. നുരീദു, വി വാണ്ട്, ഞങ്ങൾക്ക് വേണം. എന്താ വേണ്ടത്, അഷായ്. ഷായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ, ചായ. അറബിയിലെ ഷായ് എന്ന പദത്തിൽ നിന്നാണ് മലയാളത്തിലെ ചായ വന്നത് എന്ന അഭിപ്രായമുണ്ട്, എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അത് ശരിയുമാണ്. കാരണം അറബികളുമായിട്ട് മലയാളികൾക്കുണ്ടായിരുന്ന ഒരു ബന്ധം മൂലം അറബികൾ പ്രയോഗിക്കുന്ന ഷായ് എന്നുള്ള ആ ഒരു പദത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ് ചായ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. വക്കീൽ, വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ഒന്നാം തരം അറബിയാണ്, അത് നമ്മൾ അറബിയിൽ നിന്നും എടുത്തതാണ്. അങ്ങനെ കുറേ പദങ്ങളുണ്ട്. അടുത്തത് രണ്ടാമത്തെ വേർഡ്, ഹംസ സനവാത്തിൻ ബി ഔനില്ല. ഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 5. സനവാത്ത്, ഇയേഴ്സ്. ഹംസ് സനവാത്തിൻ, 5 ഇയേഴ്സ്. ബി ഔനില്ല എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി. ഔന് മീൻസ് ഹെൽപ്പ്, സഹായം. ഔന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം എന്നാണ് അർത്ഥം. മൂന്നാമത്തേത് അന മിൻ കൈരള. അന, അയാം. മിൻ, ഫ്രം. കൈരള, കേരള. അന മിൻ കേരള, ഞാൻ കേരളത്തിൽ നിന്നുമാണ്. ദെൻ ഫോർത്ത് വൺ, വല്ലാഹി, അള്ളാഹുവാണ് സത്യം. സാബുൻ, സാബ് മീൻസ് ഡിഫിക്കൽട്ട്, പ്രയാസം. വളരെ നമ്മളത് അത് ഭയങ്കര പ്രയാസമാണ് എന്ന് പറയില്ലേ, അപ്പം അതിന് ഉപയോഗിക്കുന്നതാണ് വല്ലാഹി സാബുൻ ജിദ്ദൻ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് വളരെ പ്രയാസമുള്ള ഒന്നാണ്. ഓക്കെ, ജിദ്ദൻ മീൻസ് വെരി മച്ച്, അല്ലെങ്കിൽ വെരി എന്നുള്ള അർത്ഥത്തിലാണ് ജിദ്ദൻ എന്നുള്ള പ്രയോഗം വരുന്നത്. പിന്നെ ലാസ്റ്റ് വൺ, അഅമലു മുഹന്ദിസൻ. അഅമലു, ഐ വർക്ക്. ഐ വർക്ക് ആസ് ആൻ എൻജിനീയർ. അഅമലു മുദരിസൻ, ഐ ആം വർക്കിംഗ് ആസ് ആൻ എൻജിനീയർ. ഞാനൊരു എൻജിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. നിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പം ഐ ആം ആൻ എൻജിനീയർ, ഞാനൊരു എൻജിനീയറാണ്. അഅമലു, അത് അഅമലു തൊബീബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം എ ഡോക്ടർ. അന തൊബീബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം എ ഡോക്ടർ. അഅമലു തൊബീബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം വർക്കിംഗ് ആസ് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറായിക്കൊണ്ട് ജോലി ചെയ്യുന്നു. അഅമലു, ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നു. മുഹന്ദിസൻ, ആസ് ആൻ എൻജിനീയർ, ഒരു എൻജിനീയർ ആയിക്കൊണ്ട്. അതുപോലെ അഅമലു തൊബീബൻ, അഅമലു നജ്ജാറൻ, അഅമലു തൊബ്ബാഹൻ, അഅമലു മുദരിസൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതാണ് ആ ഒരു എക്സസൈസ്. ഇനി നമുക്ക്, അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഏതാണോ അത് ഒന്നാം ഭാഗത്ത് വന്നതും രണ്ടാം ഭാഗത്ത് വന്നതുമായ 2 സെൻറ്റൻസുകളെയും നോക്കി അതിൽ ഏറ്റവും പ്രോപ്പറായതിനെ പരസ്പരം മാച്ച് ചെയ്യാനുള്ളൊരു എക്സസൈസാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ എക്സസൈസിലേക്ക് നമ്മൾ പോവാണ്. അവിടെ 3 നുകവ്വിനു ജുമലൻ മിനസ്സുന്ദൂഖി. കവ്വന യുകവ്വിനു മീൻസ് ടു ക്രിയേറ്റ്. നുകവ്വിനു, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് നിർമ്മിക്കാം. എന്താ നിർമ്മിക്കേണ്ടത്, ജുമലൻ. ജുംലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസ് എന്നാണ്, അതിൻ്റെ പ്ലൂരലാണ് ജുമൽ. സെൻറ്റൻസസ്, സെൻറ്റൻസുകൾ, വാക്യങ്ങൾ എന്നാണ്
ജുമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. നുകവ്വിനു നമുക്ക് നിർമ്മിക്കാം, ജുമലൻ സെൻറ്റൻസുകളെ. മിനസ്സുന്ദൂഖി ഫ്രം ദ ബോക്സ്. സുന്ദൂഖ് മീൻസ് ബോക്സ്, പെട്ടി എന്നാണ് സുന്ദൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിനസ്സുന്ദൂഖി പെട്ടിയിൽ നിന്നും നമുക്ക് സെൻറ്റൻസുകളെ നിർമ്മിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. എത്ര വാക്കുകളുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 12 വാക്കുകൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 12 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഒരു 3-4-5-6 സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ പഠിച്ച സെൻറ്റൻസാണ്, ഇക്കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ച സെൻറ്റൻസുകൾ തന്നെയാണ്. അതിൻ്റെ വേർഡ്സുകളാണ് ഈ ബോക്സിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണ്. പാഠഭാഗം ശ്രദ്ധിച്ചവർക്ക് അത് ഉണ്ടാക്കാൻ, ആ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. നമ്മൾ പഠിച്ച പ്രയോഗങ്ങൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസാണ് വരികയുള്ളൂ. കാരണം അതിനകത്ത് ഓരോ വേർഡും നമ്മൾ പഠിച്ച വേർഡുകളാണ്. അപ്പം നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, നിങ്ങളാണ് സെൻറ്റൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കും. ഞാനിവിടെ ജസ്റ്റ് ഇവിടെ തന്നിട്ടുള്ള പദങ്ങളുടെ അർത്ഥം മാത്രം വിശദീകരിച്ചു പോവുകയാണ്. ഫസ്റ്റത്തെ വേർഡ് മുദദ്ദിസൻ എന്നാണ്. മുദദ്ദിസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടീച്ചർ അല്ലെങ്കിൽ സർ എന്നുള്ള അർത്ഥത്തിൽ. എന്തായാലും മെയിലാണ് ആൾ മുദദ്ദിസ്. മുദദ്ദിസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഫീമെയിൽ ആവുക. മുദദ്ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ, മെയിൽ, മുദദ്ദിസൻ. ദെൻ ഹയ്യാബിന. ഹയ്യാബിന നമ്മൾ പഠിച്ചതാണല്ലേ. ഹയ്യാബിന എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് എന്നാണ് ഹയ്യാബിന. ഹയ്യാബിന നദ്ഹബു, ലെറ്റ്സ് ഗോ. ഹയ്യാബിന എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ ഹയ്യാബിന. ദെൻ അഅമലു എന്ന് പറഞ്ഞാൽ ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നു അല്ലേ. നമ്മൾ പഠിച്ചു അഅമലു മുഹന്ദിസൻ, ഐ ആം വർക്കിംഗ് ആസ് ആൻ എൻജിനീയർ, ഞാനൊരു എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ അഅമലു ഞാൻ വർക്ക് ചെയ്യുന്നു. ദെൻ ഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എന്നാണ് അർത്ഥം. ഇൻ, IN ഇംഗ്ലീഷിൽ. മലയാളത്തിലാകുമ്പം ഇൽ അല്ലേ. ഞാൻ സ്കൂളിൽ എന്ന് പറയില്ലേ, അതുപോലെ കോളേജിൽ, വീട്ടിൽ എന്നൊക്കെ പറയുന്ന ആ ഇൽ എന്നുള്ള അർത്ഥത്തിലാണ് ഫി വരുന്നത്. ദെൻ അയ്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് അല്ലേ. അയ്യു ഹിദ്മ നമ്മൾ പഠിച്ചതാണ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് സർവീസ് ഡു യു നീഡ്. അയ്യു എന്ന് പറഞ്ഞാൽ വിച്ച് കൈൻഡ് ഓഫ് സർവീസ് ഡു യു നീഡ്. അയ്യു ഹിദ്മ, വിച്ച് കൈൻഡ് ഓഫ് സർവീസ്, വിച്ച് സർവീസ്, അയ്യു. ദെൻ അന എന്ന് പറഞ്ഞാൽ അയാം എന്നാണ്, ഞാൻ. അത് നമ്മൾക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദെൻ അൽ മദ്റസത്തു മീൻസ് സ്കൂൾ, പഠിക്കുന്ന സ്ഥലം. അൽ മദ്റസ സ്കൂള് എന്നുള്ള അർത്ഥം. ദെൻ ഖിദ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഖിദ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് എന്നാണ്. അയ്യു ഖിദ്മത്തിൻ, ഓക്കെ, സർവീസ്. പിന്നെ മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എവിടെ, ഇൽ നിന്ന് അല്ലെ. ഇൽ നിന്ന് എന്നാണ് മലയാളത്തിൽ കറക്റ്റ് അർത്ഥം വരിക. ഇൽ നിന്ന്, കേരളത്തിൽ നിന്ന് ആണ് ഫ്രം. ചൈനയിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, ഇൽ നിന്ന് എന്നാണ് മിൻ എന്നതിൻ്റെ മലയാള അർത്ഥം, ഫ്രം. ദെൻ ഇലൽ മസ്ജിദ്, ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എന്നാണ്. അൽ മസ്ജിദ് മീൻസ് മോസ്ക്, മസ്ജിദ് പള്ളി. ഇലൽ മസ്ജിദ്, ടു ദ മോസ്ക്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് വൺ കൈരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം കേരളം. കേരളം എന്നതിൻ്റെ അറബിയാണ് കൈരള എന്നുള്ളത്. ദെൻ മർഹബൻ എന്ന് പറയുമ്പോൾ ഒരാൾ ആദ്യം കാണുമ്പോൾ പറയുന്നതാണ് മർഹബൻ, അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ പറയും. അഥവാ ഒരു സ്വാഗതം എന്നുള്ള അർത്ഥത്തിൽ. ഹായ് ആരെങ്കിലും കാണുമ്പോൾ ഹലോ ഹായ് എന്നൊക്കെ പറയില്ല, അതിന് അറബിയിൽ ഉപയോഗിക്കുന്നതാണ് മർഹബൻ എന്നുള്ളത്. അതാണ്. പിന്നെ അപ്പം ആ ഒരു ഇത്രയും ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു 10-12ഓളം വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിനൊരു ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം
ഹയ്യ ബിന ഇലൽ മസ്ജിദ്. ഉദാഹരണത്തിന് ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഉദാഹരണമായിക്കൊണ്ട്. ഹയ്യ ബിന എന്ന് പറഞ്ഞാൽ ലെറ്റ്സ്. ഓക്കെ, ഹയ്യ ബിന ഇല എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. എവിടേക്ക്? അൽ മസ്ജിദ്, പള്ളിയിലേക്ക്. ഹയ്യ ബിന ഇലൽ മസ്ജിദ്, ലെറ്റ്സ് ഗോ ടു ദ മോസ്ക്, നമുക്ക് പള്ളിയിലേക്ക് പോകാം. അപ്പം ആ ഒരെണ്ണം ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇനിയും ഇഷ്ടംപോലെ സെൻറ്റൻസുകൾ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരിക, ഞാനതിനെക്കുറിച്ച് ചോദിക്കും. എല്ലാവരും ചെയ്തു കൊണ്ടുവരണം. നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് പോവാണ്. അടുത്ത എക്സസൈസ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അല്ല, ബ്ലാങ്കുകളുണ്ട്, സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. നുകമ്മിലു, കമ്മല മീൻസ് ടു ഫിൽ. നുകമ്മിലു വി ഫിൽ, നമുക്ക് പൂരിപ്പിക്കാം. കമ്മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരിപ്പിച്ചു എന്നാണ്. നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം. എന്താണ് പൂരിപ്പിക്കേണ്ടത്? എന്തുകൊണ്ടാണ്? ബിൽ കെലിമാത്തിൽ മുനാസബ. കെലിമത്ത് മീൻസ് വേർഡ്. കെലിമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദം, വേർഡ് എന്നാണ് അർത്ഥം. അതിൻ്റെ പ്ലൂരലാണ് കെലിമാത്ത് എന്നുള്ളത്. അപ്പം വേർഡ്സ്, പദങ്ങൾ. അപ്പം ബിൽ കെലിമാത്തി, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്നാണ്, കൊണ്ട്. ബിൽ കെലിമാത്തി, പദങ്ങൾ കൊണ്ട്, വിത്ത് ദ വേർഡ്സ്. അപ്പം നുകമ്മിലു ബിൽ കെലിമാത്തി, നമുക്ക് പൂരിപ്പിക്കാം. ബിൽ കെലിമാത്തി, പദങ്ങൾ കൊണ്ട്. എങ്ങനെയുള്ള പദങ്ങളായിരിക്കണം? ഏതെങ്കിലും പദങ്ങൾ പോരാ. അൽ മുനാസബ. മുനാസബ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ നമ്മൾ പ്രയോഗിക്കുന്ന വേർഡാണ്. ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല. മുനാസബ എന്നുള്ളത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അൽ മുനാസബ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ, യോജിച്ച. ഓക്കെ, അപ്പം യോജിച്ച പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം. ഈ യോജിച്ച പദങ്ങൾ എവിടെയുള്ളത്? മിനസുന്ദൂഖ്, പെട്ടിയിലുണ്ട് അല്ലേ. സുന്ദൂഖ് മീൻസ് ദ ബോക്സ്. മിനസുന്ദൂഖി, ഫ്രം ദ ബോക്സ്. അപ്പം ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. അപ്പോൾ അടുത്ത പേജിൽ ഒരു ബോക്സ് ഉണ്ട് അല്ലേ. അടുത്ത പേജിൽ കാണാൻ പറ്റും ഇവിടെ ഒരു ബോക്സ്. യെസ്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 1 2 3 4 5 ദർ ആർ 5 വേർഡ്സ്. അപ്പം ആ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ഓരോ സെൻറ്റൻസിലെയും ബ്ലാങ്കുകൾ ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ബോക്സിൽ തന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻസ്, ആ ഒരു വേർഡ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് അതിൻ്റെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് ഞാൻ സെൻറ്റൻസുകൾ ജസ്റ്റ് ഓരോന്നും എന്ത് ചെയ്യാം, വായിച്ചു തരാം. നിങ്ങളാണ് സെൻറ്റൻസ് ഫില്ല് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഹോംവർക്കാണ്. ഓക്കെ, ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ള വേർഡ്സുകൾ ഒന്ന് അൽ മജാൽ എന്നുള്ള വേർഡാണ്. അൽ മജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണല്ലേ. നമ്മുടെ തൊട്ട് മുന്നത്തെ പാഠത്തിൽ മാഷാ അല്ലാ എന്ന് പറയുന്ന പാഠത്തിൻ്റെ എക്സസൈസ് ആണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മാഷാ അല്ലാ എന്നുള്ള പാഠം പഠിച്ച സമയത്ത് നമ്മളവിടെ പറഞ്ഞിരുന്നു അൽ മജാൽ എന്ന വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഫി മജാലി ഖിസ്മുൽ കഹ്റുബ, അല്ലെങ്കിൽ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ നീ വർക്ക് ചെയ്യുന്നത്. കംസനത്തൻ ഫി ഹാദൽ മജാൽ, കംസനത്തൻ ലക ഫി ഹാദൽ മജാൽ, ഈ ഫീൽഡിൽ എത്ര വർഷമായി നീ ജോലി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചിരുന്നു. അപ്പം അൽ മജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് എന്നുള്ള അർത്ഥത്തിലാണ്, ഫീൽഡ്. പിന്നെ കനാത്ത് അല്ലേ, നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിക്കുമ്പം അന മുഖദ്ദിറുൻ ഫി കനാത്തി അൽ വസീല എന്ന് പറയുന്ന കനാത്ത് ചാനലിൽ മുഖദ്ദിറുൻ റിപ്പോർട്ടറാണ് ഞാൻ എന്ന് അവിടെ നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം കനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ എന്നാണ്, നമുക്കതറിയാം. പിന്നെ ഉള്ളത് അൽ ഖാദിമ് എന്നാണ്. അൽ ഖാദിമ് അതും നമ്മൾ നമ്മുടെ പാഠത്തിൽ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒരു പദം കൂടിയാണ് അൽ ഖാദിമ് എന്നുള്ളത്. ഖാദിമ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കമ്മിങ് എന്നാണ്. കമ്മിങ്, വരുന്ന. അഷ്ഹറുൽ ഖാദിം, വരുന്ന മാസം എന്നൊക്കെ നമ്മൾ പറയും. അഥവാ ഇനി വരാനിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഖാദിമ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഉള്ളത് ഉറാഫിഖുക എന്നാണ്. അത് നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ പാഠത്തിൽ പഠിച്ചു. അതുപോലെ നമ്മൾ വേർഡ് മീനിങ്സ് അൽ മുഅജം, ഡിക്ഷണറിയെക്കുറിച്ച് ഡിക്ഷണറിയിൽ നമ്മൾ പഠിച്ചതാണ്. അൽ മുഅജം എന്ന് പറയുന്ന നമ്മുടെ പാഠത്തിൻ്റെ അവസാനത്തിലുള്ള ഭാഗത്തിൽ നമ്മൾ
റാഫഖ യുറാഫിഖു എന്ന് പഠിച്ചിരുന്നു. അവിടെ ഉണ്ട് ഉറാഫിഖുക. അല്ല, റാഫഖ എന്ന് പറഞ്ഞാൽ ടു അക്കമ്പനി, കൂടെ ചേരുക, കൂടെ വരിക, കൂടെ കൂടുക എന്നൊക്കെ അർത്ഥം. അല്ല, എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പം കൂടെ, നമ്മുടെ കൂടെ വരുന്നതിനാണ് റാഫഖ എന്ന് പറയുന്നത്. റാഫഖ യുറാഫിഖു ഉറാഫിഖു. ഉറാഫിഖു എന്ന് പറഞ്ഞു ഞാൻ കൂടെ വരാം. ഉറാഫിഖു ക അവസാനത്തിലുള്ള ക എന്നതിൻ്റെ അർത്ഥം യു എന്നാണ്. അപ്പം ഉറാഫിഖു ക, ഞാൻ നിൻ്റെ, ആ ഒരു നിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു കാഫ് വന്നിട്ടുള്ളത്. ഉറാഫിഖു ക, ഞാൻ നിൻ്റെ കൂടെ വരാം, ആ ഒരു അർത്ഥത്തിൽ. പിന്നെ ലാസ്റ്റ് ഉള്ളത് ഖിസ്മ്. ഖിസ്മ് എന്ന് പറഞ്ഞാൽ വിങ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ പാഠത്തിൽ വിങ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പഠിച്ചത്. ഡിപ്പാർട്ട്മെൻറ്റ് കോളേജിലൊക്കെ ഇപ്പം ഖിസ്മുൽ ലുഗ അൽ അറബിയ, അറബിക് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ ഖിസ്മു അൽ കീമിയ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഖിസ്മ് എന്നാണ് പറയുന്നത് അറബിയിൽ. ഖിസ്മുൽ ഇൽമ്, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഖിസ്മ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വിങ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെൻറ്റൻസുകളൊന്ന് വായിച്ചു നോക്കാം ഏതൊക്കെയാണുള്ളതെന്ന്. നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? യാ സ്വദീഖി അദ്ഉകി, യാ സ്വദീഖത്തി. ഓക്കെ, യാ സ്വദീഖത്തി ഫീമെയിലാണ്, അതുകൊണ്ട് അദ്ഉകി കി എന്നാണ് പറഞ്ഞത്. അദ്ഉകി ഇലാ സിയാറത്തി ബൈത്തി ഫിൽ ഉസ്ബുഇ ഡാഷ്. യാ സ്വദീഖത്തി, യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓ, നമ്മൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അറബിയിൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് യാ എന്നുള്ളത്. യാ, അപ്പം യാ അല്ലാഹ് നമ്മൾ പറയില്ലേ, അതുപോലെ യാ എന്ന് പറഞ്ഞാൽ ഓ. സ്വദീഖത്ത്, സ്വദീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടാണ്. മെയിലാണോ ഫീമെയിലാണോ? ഫീമെയിലാണ് അല്ലേ സ്വദീഖത്ത്. സ്വദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫ്രണ്ട്, സ്വദീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്രണ്ട്. അപ്പം യാ സ്വദീഖത്തി, അപ്പം ഫീമെയിൽ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പറയാണ്. അവിടെ ഒരു ഈ സ്വദീഖത്തി എന്ന അവസാനത്തിൽ യാ കൊടുക്കാനുള്ള കാരണം കലമീ എന്ന് പറഞ്ഞാൽ മൈ പെൻ, സ്വദീഖത്തി എന്ന് പറഞ്ഞാൽ മൈ ഫ്രണ്ട്. അപ്പോൾ യാ സ്വദീഖത്തി, ഓ മൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരി. അദ്ഉകി, അദ്ഉ ദഅ യദ്ഉ മീൻസ് ടു കോൾ, വിളിക്കുക. അദ്ഉ ഞാൻ വിളിക്കുന്നു. ആരെ? കി നിന്നെ. അദ്ഉകി ഞാൻ നിന്നെ വിളിക്കുന്നു. എവിടേക്കാണ് വിളിക്കുന്നത്? ഇല മീൻസ് ടു. സിയാറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ്, സന്ദർശനം. എന്ത് സന്ദർശിക്കാനാണ്? ബൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം. ബൈത്തി മൈ ഹോം, എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി അദ്ഉകി ഞാൻ നിന്നെ വിളിക്കുന്നു. യാ സ്വദീഖത്തി, ഓ എൻ്റെ കൂട്ടുകാരി. എപ്പോഴാ? ഫിൽ ഉസ്ബുഇ, അൽ ഉസ്ബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് എന്നാണ് അർത്ഥം. വീക്ക്, അൽ ഉസ്ബു ആഴ്ച. ഫിൽ ഉസ്ബുഇ ആഴ്ചയിൽ. എന്നിട്ടൊരു ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വേർഡ് ഏതെങ്കിലും, ദർ ആർ 1 2 3 4 5 വേർഡ്സ് ഉണ്ട്. ആ 5 വേർഡ്സിൽ ഏതെങ്കിലും ഏറ്റവും പ്രോപ്പറായിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ള വേർഡ് അവിടെ ആ ബ്ലാങ്കിൽ എഴുതി അവിടെ ഫില്ല് ചെയ്യുക. രണ്ടാമത്തേത് അമലു എന്ന് പറഞ്ഞാൽ ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നു. ആരായിട്ടാണ്? തൊബീബൻ ആസ് എ ഡോക്ടർ, ഒരു ഡോക്ടർ ആയിക്കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫി ഡാഷ്, ഫി വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഏത് ഫീൽഡിലാണ്? അസ്സിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്. അപ്പം ഫീൽഡല്ല, ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്? അസ്സിഹ, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ. സിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എന്നുള്ള അർത്ഥം. അപ്പോൾ അമലു തൊബീബൻ, ഞാൻ ഐ ആം വർക്കിംഗ് ആസ് എ ഡോക്ടർ ഫി ഡാഷ് അസ്സിഹ എന്ന് പറഞ്ഞാൽ ഹെൽത്ത്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടതെന്ന് വെച്ചാൽ അതവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തേത് മുനീറുൻ മുസാരിഉൻ നഷീത്തുൻ. മുനീർ ഒരു സഹോദരൻ്റെ പേരാണ്. മുനീറുൻ ഒരു വ്യക്തിയുടെ പേരാണ്. അവൻ മുസാരിഉൻ, ഹീസ് എ ഫാർമർ, ഒരു കൃഷിക്കാരനാണ്. എങ്ങനെയുള്ള? നഷീത്തുൻ, ആക്റ്റീവാണ്. നഷീത്ത്, മുസാരിഉൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമർ. നഷീത്തുൻ മീൻസ് ആക്റ്റീവ്, വളരെ
ആക്റ്റീവുള്ള ഒരു മുസാരിഉൻ, ഒരു ഫാർമറാണ് മുനീർ. ഹുവ അവൻ, യുഷാഹിദു ഹി വാച്ചസ് അവൻ കാണാറുണ്ട്. എന്താ കാണാറുള്ളത്? ഡാഷ് എന്തോ കാണാറുണ്ട്. അസ്സിറാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി. അപ്പം കൃഷിയുടെ ഡാഷ് യുഷാഹിദു അവൻ കാണാറുണ്ട്. അപ്പോൾ അവിടെ എന്താണോ വരേണ്ടത് അതവിടെ എഴുതുക. എപ്പോഴാണ് കാണുന്നത്? കുല്ല യൗമിൻ. കുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ, യൗമ് ദിവസം, കുല്ല യൗമിൻ എല്ലാ ദിവസവും, കുല്ല ഉസ്ബുഇൻ എല്ലാ ആഴ്ചയും, കുല്ല സനത്തിൻ എല്ലാ വർഷവും. ഇവിടെ കുല്ല യൗമിൻ എല്ലാ ദിവസവും. ഓക്കെ, എവരിഡേ. അപ്പം എല്ലാ ദിവസവും സിറാഅത്ത് കൃഷിയുടെ ഡാഷ് യുഷാഹിദു അവൻ കാണാറുണ്ട്. ആര്? മുനീർ. അപ്പോൾ ആ ഡാഷിൽ എന്താണോ വരേണ്ടത് അത് എഴുതി കൊടുക്കുക. ഇനി അടുത്ത പേജിലാണ് ബാക്കിയുള്ളത്. 4-ാമത്തേത് ഹാദിഹി. ഹാദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ്, ഇത്. റഫീഖത്തുൻ. റഫീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ പേരാണ്. ഹാദിഹി റഫീഖത്തുൻ, ദിസ് ഈസ് റഫീഖ, ഇത് റഫീഖയാണ്. ഹിയ അവൾ എന്ത് ചെയ്യുന്നു? സഹാഫിയത്തുൻ. സഹാഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകയ്ക്കാണ് സഹാഫിയത്ത് എന്ന് അറബിയിൽ പറയുന്നത്. അപ്പം ഹിയ സഹാഫിയത്തുൻ, അവളൊരു പത്രപ്രവർത്തകയാണ്. തഅമലു അവൾ വർക്ക് ചെയ്യുന്നു, അല്ലേ? അമില യഅമലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുക. തഅമലു വർക്ക് ചെയ്യുന്നു, അവൾ വർക്ക് ചെയ്യുന്നു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അവൾ വർക്ക് ചെയ്യുന്നു ഫി ഹാദ. ഹാദ മീൻസ് ദിസ്. ഫി ഹാദ ഇൻ ദിസ്, ഇതിൽ അവൾ വർക്ക് ചെയ്യുന്നു. ഡാഷ് അവിടെ എന്താണ് വരേണ്ടത്? ഈ ഫീൽഡിൽ എന്ന് നമ്മൾ പറയില്ലേ, ഫീൽഡിന് എന്താണോ പറയുന്നത് അതവിടെ എഴുതാം. എത്ര വർഷം? 10 സനവാത്ത്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 10 എന്നാണ്. സനവാത്ത് അത് നമുക്കറിയാം, അല്ലേ? സനത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ എന്നാണ്. സനവാത്ത് ഇയേഴ്സ്, വർഷങ്ങൾ, പ്ലൂരലാണ്. അപ്പം 10 സനവാത്തിൻ 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ അഥവാ സഹാഫിയത്ത് പത്രപ്രവർത്തകയായിട്ട് റഫീഖ വർക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള ബ്ലാങ്കിൽ എന്താണോ പ്രോപ്പറായിട്ട് നമുക്ക് തന്നിട്ടുള്ള ബ്രാക്കറ്റിൽ നിന്നും എഴുതേണ്ടത് അത് എഴുതുക. 5-ാമത്തേത് കാലൽ വാലിദു. കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു. ആരാ പറഞ്ഞത്? അൽ വാലിദു, ഫാദർ. അപ്പം ഫാദർ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ബുനയ്യ, ഓ മൈ സൺ, അല്ലേ? ബുനയ്യ എന്ന് പറഞ്ഞാൽ ഓ പൊന്നു മകനെ എന്നാണ്. അതൊരു അറബിയിൽ കുട്ടികളെയൊക്കെ വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, ഖുർആനിൽ ആ ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. ലുഖ്മാൻ നബി മകനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നൊക്കെയുള്ള ഖുർആനിലെ ആയത്തുകളുണ്ട്. യാ ബുനയ്യ, ഓ പൊന്നു മകനെ എന്നാണ് യാ ബുനയ്യ എന്നുള്ള അർത്ഥം. എന്നിട്ട് എന്താ പറയുന്നത്? ലാ. അപ്പം ഫാദർ, പിതാവ് മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ബുനയ്യ, ഓ പൊന്നു മകനെ, ലാ തുസാഫിർ. സാഫറ യുസാഫിറു എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നാണ്. സാഫറ യാത്ര ചെയ്തു, യുസാഫിറു യാത്ര ചെയ്യുന്നു. ലാ തുസാഫിർ നീ യാത്ര ചെയ്യരുത്. അപ്പം ഫാദർ മകനെ വിളിക്കുകയാണ്, ഓ പൊന്നു മകനെ, ലാ തുസാഫിർ നീ യാത്ര ചെയ്യരുത്. എങ്ങനെ? വഹീദൻ ഒറ്റയ്ക്ക് നീ എന്ത് ചെയ്ത്? യാത്ര ചെയ്യരുത്. എന്നിട്ട് എന്താ ഫാദർ പറയുന്നത്? ഡാഷ്. അവിടെ ഫാദർ എന്തോ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പം ആ ബ്ലാങ്കിൽ എന്താണോ വരേണ്ടത് അത് നമ്മുടെ ഇവിടെയുള്ള ബോക്സിലുണ്ട്. അവിടെ നിന്ന് കണ്ടുപിടിച്ച് ആ ബ്ലാങ്കിൽ എന്താണോ എഴുതേണ്ടത് അതവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. അടുത്തത് അൽ മഹാറാത്ത്. അൽ മഹാറാത്ത് എന്ന് പറഞ്ഞാൽ സ്കിൽസ് എന്നാണ് അർത്ഥം. സ്കിൽസ്, കഴിവുകൾ. നമ്മുടെ കഴിവ് ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ചെറിയ ഭാഗമാണ് തന്നിട്ടുള്ളത്. അവിടെ നുകമ്മിലു അതാണ് നമ്മുടെ എക്സസൈസിൻ്റെ പേര്. കമ്മല യുകമ്മിലു നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഫിൽ എന്നാണ്. കമ്മല എന്ന് പറഞ്ഞാൽ ടു ഫിൽ. നുകമ്മിലു നമുക്ക് പൂരിപ്പിക്കാം, നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാതാ തഅമലു, അല്ലേ? മാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്, എന്താണ്. തഅമലു നീ ചെയ്യുന്നത്, അല്ലേ? ഒരാളുടെ ജോലി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അയാളോട് എന്ത് ചോദിച്ചാൽ മതി? മാതാ തഅമലു, വാട്ട് ആർ യു ഡൂയിങ്, എന്താണ് നീ ചെയ്യുന്നത്?
അല്ലെങ്കിൽ വാട്ട്സ് യുവർ ജോബ്, എന്താണ് നിൻ്റെ ജോലി എന്നൊക്കെയാണ് മാതാ തഅമലു എന്നതിൻ്റെ അർത്ഥം. മാതാ തഅമലു, എന്താണ് നീ ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്തായിരിക്കും അവൻ്റെ ആൻസർ? അഅമലു, ഐ ആം വർക്കിംഗ്. അഅമലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നു. എന്തായിക്കൊണ്ട്? ആസ് എ ഡാഷ്. ആ ഡാഷിൽ കുറച്ച് പ്രൊഫഷൻസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്, ബാക്കി ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അവിടെയാണ് നമ്മൾ ബ്ലാങ്കുകൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണ്? അഅമലു മുഹന്ദിസൻ. മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻജിനീയർ. അഅമലു, ഐ ആം വർക്കിംഗ് ആസ് ആൻ എൻജിനീയർ, ഞാനൊരു എൻജിനീയർ ആയിക്കൊണ്ട്, മുഹന്ദിസ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ പറയാം അഅമലു ആമിലൻ, ഐ ആം വർക്കിംഗ് ആസ് ആൻ എംപ്ലോയി, ഒരു എംപ്ലോയി ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആയിക്കൊണ്ട്. ആമിൽ എംപ്ലോയർ, ജോലിക്കാരനായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അഅമലു, ഞാൻ വർക്ക് ചെയ്യുന്നു. പിന്നെ എന്തുണ്ട്? അഅമലു, ഞാൻ വർക്ക് ചെയ്യുന്നു. മുദദ്ദിസൻ, മുദദ്ദിസ് നമുക്കറിയാമല്ലോ ടീച്ചർ. അഅമലു മുദദ്ദിസൻ, ഞാനൊരു ടീച്ചറായിക്കൊണ്ട്, ഒരു അധ്യാപകനായിക്കൊണ്ട് ജോലി ചെയ്യുന്നു. ഇനി അവിടെ 3 ബ്ലാങ്കുകളുണ്ട്. അപ്പോൾ അവിടെ 3 പ്രൊഫഷൻ, 3 ജോലിയുള്ള ജോലിക്കാരുടെ പ്രൊഫഷനെ കുറിച്ച്. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ ബാക്കിയുണ്ട്. അപ്പം എൻജിനീയർ, ഞാൻ എൻജിനീയർ ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്നു, ഞാൻ ജോലിക്കാരനായിക്കൊണ്ട് വർക്ക് ചെയ്യുന്നു, അതുപോലെ ഞാൻ ടീച്ചറായിക്കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി ബാക്കി നമുക്കറിയാവുന്ന ഒരു 3 പ്രൊഫഷൻ കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. പിന്നെ അടുത്ത എക്സസൈസ് 6th one, നഖറഉ അൽ ഫിഖറത സുമ്മ നളഉ അലാമത അസ്സഹീഹ് ഔ ഖത. നഖറഉ അല്ല, ഖറഅ യഖറഉ മീൻസ് ടു റീഡ് എന്നാണ് ഖറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നഖറഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി റീഡ്, നമുക്ക് വായിക്കാം. എന്താ വായിക്കേണ്ടത്? അൽ ഫിഖറത്ത്. ഫിഖറത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫ് എന്നാണ്. അൽ ഫിഖറത്ത, ദിസ് പാരഗ്രാഫ്. അൽ ഫിഖറത്ത, ദിസ് പാരഗ്രാഫ്. അപ്പം നഖറഉ, നമുക്ക് വായിക്കാം. അൽ ഫിഖറത്ത, ദിസ് പാരഗ്രാഫ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സുമ്മ, സുമ്മ മീൻസ് ദെൻ, വായിച്ചതിന് ശേഷം, അതിന് ശേഷം ദെൻ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നളഉ. വദഅ യളഉ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ്, പുട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. വദഅ യളഉ. നളഉ വി പുട്ട്, നമുക്കിടാം. എന്താണ് ഇടേണ്ടത്? അലാമത്ത്. അലാമത്ത് എന്ന് പറഞ്ഞാൽ മാർക്ക് എന്നാണ്. മാർക്ക് അല്ലേ? എന്തൊക്കെ മാർക്കുകളുണ്ട്? ടിക്ക് മാർക്ക് ഉണ്ട്, ഇൻറ്റു മാർക്ക് ഉണ്ട്, പല മാർക്കുകളും ഉണ്ട്. അപ്പം അലാമത്ത് എന്ന് പറഞ്ഞാൽ മാർക്ക്, എന്തെങ്കിലും അടയാളത്തിനാണ് അലാമത്ത് എന്ന് പറയുന്നത്. അലാമത്ത് അസ്സിഹ, സഹീഹ് അല്ലേ? സഹീഹിൻ്റെ മാർക്കിടാം. ഔ അല്ലെങ്കിൽ ഖതഉൻ, ഖതഇൻ്റെ മാർക്കിടാം. ടിക്ക് മാർക്കോ ഇൻറ്റു മാർക്കോ ഇടാമെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പാസേജ് വായിക്കണം. അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ കറക്റ്റാണെങ്കിൽ, ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ആണെങ്കിൽ നമ്മൾ ടിക്ക് മാർക്ക് ഇടുക. പാസേജിൽ പറഞ്ഞതിന് വിരുദ്ധമാണെങ്കിൽ, എതിരാണെങ്കിൽ നമ്മൾ അവിടെ ഖതഇൻ്റെ റോങ് മാർക്ക് ഇടാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ പാസേജ് ഒന്ന് കൃത്യമായിട്ട് വായിക്കണം. ഓക്കെ, നമുക്ക് ആ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. യെസ്, എന്താണ് ഫസ്റ്റ് സെൻറ്റൻസ്? മാജിദുൻ മുഹന്ദിസുൻ സഊദിയുൻ ഖാദിമുൻ മിനസ് സഊദിയത്തി ഇലാ കൈരള. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. എന്താണ് അവിടെ പറയുന്നത്? മാജിദുൻ അല്ലേ? മാജിദ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ്. മാജിദ് ഒരു പേര്. മാജിദ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? മുഹന്ദിസുൻ. എന്താണ് മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അഅമലു മുഹന്ദിസൻ. മുഹന്ദിസുൻ എന്ന് പറഞ്ഞാൽ എൻജിനീയർ എന്നാണ്. അപ്പം മാജിദ് ആരാണ്? മുഹന്ദിസുൻ, എൻജിനീയറാണ്. സഊദിയുൻ, ഏത് നാട്ടുകാരനാണ്? സൗദി നിവാസിയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള എൻജിനീയറാണ്. എന്നിട്ടോ ഖാദിമുൻ, ഖാദിമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിങ് ഫ്രം എന്നാണ്. ഖാദിമുമ്മിൻ, ഖാദിമുമ്മിൻ അല്ലേ? അന ഖാദിമുമ്മിൻ കൈരള, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അന ഖാദിമുമ്മിൻ കോഴിക്കോട്, അല്ലെങ്കിൽ അന ഖാദിമുമ്മിൻ കാലിക്കൂത്ത്, ഞാൻ കോഴിക്കോടിൽ നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ അന ഖാദിമുമ്മിൻ കോഷിൻ, ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? കോഷിൻ, കൊച്ചി.
അന ഖാദിമുമ്മിൻ മലാപുറം, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ ഖാദിമുമ്മിൻ എന്ന് പറഞ്ഞാൽ കമ്മിങ് ഫ്രം എന്നുള്ള അർത്ഥത്തിലാണ് ഖാദിമുമ്മിൻ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഖാദിമുമ്മിന സൗദിയത്തി. അപ്പം ഖാദിമുമ്മിൻ മാജിദ് കമ്മിങ് ഫ്രം, മാജിദ് വരുന്നത് എവിടെ നിന്നാണ്? സൗദി അറേബ്യയിൽ നിന്നാണ്. ഓക്കെ, അതാണ് ഖാദിമുമ്മിൻ. അപ്പോൾ അതൊരു പ്രയോഗമാണ്, അത് പ്രത്യേകം പഠിച്ചു വെക്കുക. അങ്ങനെ സൗദിയിൽ നിന്നും എവിടേക്കാണ് വരുന്നത്? ഇല കൈരള, ടു ദ കേരള, കേരളത്തിലേക്കാണ് വരുന്നത്. അപ്പം മാജിദ് സൗദി അറേബ്യൻ എഞ്ചിനീയറാണ്, സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് വരികയാണ്. അപ്പം എന്ത് സംഭവിച്ചു? മാജിദുൻ ഖാദിമുൻ ലി സിയാറത്തി കന്യാകുമാരി. ഓക്കെ, മാജിദ് എന്തിനാണ് സൗദി അറേബ്യയിൽ നിന്നും കേരളത്തിൽ വരുന്നതെന്നറിയോ? മാജിദുൻ എന്ന് പറഞ്ഞാൽ മാജിദ് ഖാദിമുൻ, മാജിദ് വരുന്നു, അല്ലെങ്കിൽ മാജിദ് വരുന്നവനാകുന്നു. എന്തിനാ വരുന്നത് മാജിദ്? ലി സിയാറത്തി, ടു വിസിറ്റ് അല്ലേ. സിയാറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ് സിയാറത്ത് എന്നുള്ളത്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ വിസിറ്റ്, സന്ദർശിക്കാൻ വേണ്ടി. ലി സിയാറത്തി, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ലി സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി. എന്ത് സന്ദർശിക്കാനാണ് വരുന്നത്? കന്യാകുമാരി ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തിലാണ് മാജിദ് വരുന്നത്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് എന്താ? ഹുവ വ ഉസ്റതുഹു അല ത്വാഇറത്തിൻ. എങ്ങനെയാണ് വരുന്നത്? ഹുവ അദ്ദേഹം, ഹുവ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഥവാ മാജിദ്, അതുപോലെ തന്നെ വ ഉസ്റതുഹു ആൻഡ് ഹിസ് ഫാമിലി, മാജിദിൻ്റെ കുടുംബവും എവിടെയുള്ളത്? അല ത്വാഇറത്തിൻ. ത്വാഇറത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്. അല ത്വാഇറത്തിൻ, അവർ രണ്ടുപേരും മാജിദിൻ്റെ കുടുംബവും ഫ്ലൈറ്റിലാണുള്ളത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഫഖദ മാജിദുൻ ഹഖീബത്തൻ കബീറത്തൻ വ ഷന്തത്തൻ സഗീറത്തൻ ഫി മതാരി തിരുവനന്തപുരം. ഫഖദ എന്ന് പറയുന്നത് എന്താണ്? ഫഖദ നഷ്ടപ്പെട്ടു അല്ലേ, അല്ലെങ്കിൽ മിസ്സായി, നഷ്ടപ്പെട്ടു പോയി. ആരാ നഷ്ടപ്പെടുത്തിയത്? മാജിദ് അഥവാ മാജിദ് മറന്നുപോയി, മാജിദ് വിട്ടുപോയി. എന്തൊക്കെ വിട്ടുപോയത്? ഹഖീബത്തൻ കബീറത്തൻ. ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്. ഏതാണ്? കബീറത്തൻ. ഹഖീബത്തൻ കബീറത്തൻ, വലിയ ബാഗ്. അതുപോലെ തന്നെ വ ഷന്തത്തൻ. ഷന്തത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷന്തത്ത് എന്ന് പറഞ്ഞാൽ സ്യൂട്ട് കേസ്. അപ്പം ഹഖീബത്തൻ കബീറത്തൻ, വലിയൊരു ബാഗ് മറന്നു. അതുപോലെ വ ഷന്തത്തൻ സഗീറത്ത്, ചെറിയ ഒരു സ്യൂട്ട് കേസും മറന്നുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. എവിടെ നഷ്ടപ്പെട്ടത്? ഫി മത്താർ അഥവാ എയർപോർട്ടിലാണ് നഷ്ടപ്പെട്ടത്. ഏത് എയർപോർട്ട്? മത്താറു തിരുവനന്തപുരം അല്ലെ, തിരുവനന്തപുരം എയർപോർട്ടിലാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ട് പറയാണ് ഫിൽ ഹഖീബത്തിൽ കബീറത്തി മലാബിസുഹു വ മലാബിസുൽ ഉസ്ര. ഫിൽ ഹഖീബത്തി, അൽ ഹഖീബത്ത് ബാഗ്, അൽ കബീറത്ത് ബിഗ്. ഫിൽ ഹഖീബത്തിൽ കബീറത്തി, ഇൻ ദ ബിഗ് ബാഗ്, ആ ഒരു വലിയ ബാഗിൽ അവിടെ ഉണ്ടായിരുന്നു. എന്താ ഉള്ളത്? ഫി എന്ന് പറഞ്ഞാൽ ഇൻ എന്നാണ്. എന്താ ഉണ്ടായിരുന്നത്? മലാബിസുഹു, ഹിസ് ക്ലോത്ത്സ്, അവൻ്റെ വസ്ത്രങ്ങൾ അല്ലേ. മലാബിസ് മീൻസ് ക്ലോത്ത്സ് എന്നാണ്. മലാബിസുഹു, അവൻ്റെ വസ്ത്രങ്ങൾ. അതുപോലെ തന്നെ പിന്നെ ആരുടെ? വ മലാബിസുൽ ഉസ്റത്തി, വ മലാബിസ്, അതുപോലെ വസ്ത്രങ്ങളുണ്ട്. ആരുടെ? അൽ ഉസ്റത്തി അഥവാ ഉസ്റത്ത്, കുടുംബക്കാരുടെ, ഫാമിലിയുടെ. അപ്പോൾ അവൻ്റെ മലാബിസുഹു ഉണ്ട്, വ മലാബിസുൽ ഉസ്റയുണ്ട്. മലാബിസുഹു അവൻ്റെ വസ്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ വ മലാബിസു ഉസ്റ കുടുംബത്തിൻ്റെ വസ്ത്രങ്ങളുമുണ്ട്. ഇനിയോ വഫി ഷന്തത്തി സഗീറത്തി, ഇൻ ദ സ്മോൾ സ്യൂട്ട് കേസ്. അവിടെ എന്താ ഉള്ളത്? ഷന്ത സ്യൂട്ട് കേസ്, സഗീറ സ്മോൾ, ചെറിയ സ്യൂട്ട് കേസിൽ എന്താ ഉള്ളത്? കുത്തുബുൻ വ തദാക്കിറു. കുത്തുബ് ബുക്സ്, കിതാബ് ബുക്ക്, കുത്തുബ് പ്ലൂറലാണ്, ബുക്സ് എന്നാണ്. അതുപോലെ തന്നെ വ തദാക്കിറു, തദാക്കിർ എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ക്കിറത്തുൻ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എന്നാണ് അർത്ഥം. തദാക്കിർ ടിക്കറ്റുകൾ. ഓക്കെ, അതിൻ്റെ പ്ലൂറലാണ് തദാക്കിർ. അപ്പം കുത്തുബ് വ തദാക്കിർ, പുസ്തകങ്ങളും ടിക്കറ്റുകളുമാണ്. എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അഷന്ത സഗീറ, ചെറിയ ബോക്സിൽ. ഇനി
തകല്ലമ മാജിദു മഅൽ മുവല്ലഫി വന്തളറ ഫിൽ മതാരി സലാസ സാഅത്തിൻ. തകല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. ആര്? മാജിദ് സംസാരിച്ചു. ആരോടാ സംസാരിച്ച്? മഅൽ മുവല്ലഫുമായിട്ട് സംസാരിച്ചു. മുവല്ലഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാരൻ എന്നാണ്, എംപ്ലോയി. അപ്പം മുവല്ലഫുമായി, എംപ്ലോയിയുമായിട്ട് തകല്ലമ സംസാരിച്ചു. ആര്? മാജിദ് സംസാരിച്ചു. എന്നിട്ടോ ഇന്തളറ മീൻസ് ടു വെയിറ്റ് ചെയ്തു. മാജിദ് വെയിറ്റ് ചെയ്തു. എവിടെ? ഫിൽ മത്താരി, ഇൻ ദ എയർപോർട്ട്. മത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട്. എത്ര നേരം വെയിറ്റ് ചെയ്തു? സലാസ സഅത്ത്, 3 hours, 3 മണിക്കൂർ. എത്ര? സലാസ സഅത്ത്, 3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോൾ അഹ്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നു അല്ലെങ്കിൽ സമർപ്പിച്ചു. ആര്? അൽ മുവല്ലഫു എംപ്ലോയി സമർപ്പിച്ചു. അൽ ഹഖീബത്ത ബാഗിനെ. അഹ്ലറൽ മുവല്ലഫു അൽ ഹഖീബത്ത. അതുപോലെ തന്നെ വശന്തത സഗീറത്ത. അശന്തത സ്യൂട്ട് കേസ്, സഗീറ സ്മോൾ, ചെറിയ സ്യൂട്ട് കേസും സമർപ്പിച്ചു. ആര്? മുവല്ലഫ് സമർപ്പിച്ചു. ആർക്ക്? അഥവാ മുവല്ലഫ് മാജിദിന് ചെറിയ സൂട്ട് കേസും ആ ഒരു ബാഗും കൊടുത്തു എന്നാണ് അഹ്ലറ. അപ്പോൾ ദഹബ മാജിദ് എന്ത് ചെയ്തു? പോയി. ദഹബ പോയി. വ ഉസ്റത്തുഹു മാജിദ് മാത്രമാണോ? വ ഉസ്റത്തുഹു ഹിസ് ഫാമിലി ഈസ് ഓൾസോ വെൻറ്റ്. കൂടെ ഫാമിലിയും പോയി. ഹിസ് ഫാമിലി ഓൾസോ. എവിടേക്കാണ് പോയത്? ഇല കന്യാകുമാരി, ടു കന്യാകുമാരിയിലേക്ക് പോയി. എന്നിട്ടോ വ അക്കാമ എന്ന് പറഞ്ഞാൽ സ്റ്റേയ്ഡ്, താമസിച്ചു. ആര്? അൽ ഉസ്റത്തു ദ ഫാമിലി. എവിടെ? ഫിൽ ഫുന്ദുഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ താമസിച്ചു. ആരൊക്കെ? എവിടെയുള്ള താമസിച്ച? കരീബിൻ, അടുത്തുള്ള. അപ്പോൾ ഫി ഫുന്ദുഖിൻ കരീബിൻ, അടുത്തുള്ള ഹോട്ടലിൽ അക്കാമത്ത് സ്റ്റേ ചെയ്തു. അൽ ഉസ്റത്തു ഫാമിലി. എത്ര നാൾ? ഉസ്ബൂഅൻ 1 week, ഒരാഴ്ചയാണ് സ്റ്റേ ചെയ്തത്. ഉസ്ബൂഅൻ 1 week. ഓക്കെ, ഒരു ആഴ്ച അങ്ങനെ ഹോട്ടലിൽ താമസിച്ചു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ആ പറഞ്ഞതിൽ ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് സെൻറ്റൻസ്. ആ പറഞ്ഞ സെൻറ്റൻസ് നമ്മുടെ പാരഗ്രാഫുമായി യോജിക്കുന്നുണ്ട് എങ്കിൽ സ്വഹീഹിൻ്റെ അലാമത്ത് ഇടുക, തെറ്റ് ആണെങ്കിൽ ഖത്തഇൻ്റെ അലാമത്ത് ഇടുക. ഓക്കെ, ഫസ്റ്റത്തെ സെൻറ്റൻസ് മാജിദുൻ ഖാദിമുൻ മിൻ കൈരള. മാജിദ് ഖാദിമുൻ അല്ല, ഖാദിമുൻ മിൻ നമ്മൾ പറഞ്ഞു, ഫ്രം, കമ്മിങ് ഫ്രം കൈരള, കേരളത്തിൽ നിന്നാണ്. അപ്പം മാജിദ് കേരളത്തിൽ നിന്നുമാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം സ്വഹീഹാണെങ്കിൽ സ്വഹീഹിൻ്റെ അലാമത്ത്, ഖത്ത ആണെങ്കിൽ ഖത്തഇൻ്റെ അലാമത്ത്. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. രണ്ടാമത്തേത് അക്കാമത്തിൽ ഉസ്റത്തു. അക്കാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്തു. അൽ ഉസ്റത്തു ദ ഫാമിലി. എവിടെ? ഫി കന്യാകുമാരിയിൽ ഫാമിലി സ്റ്റേ ചെയ്തു. എത്ര ദിവസം? ഷഹ്റൻ, 1 മാസം. അപ്പോൾ എത്ര നാളാണ് സ്റ്റേ ചെയ്തത്? 1 മാസമാണോ? സ്വഹീഹാണെങ്കിൽ അലാമത്തു സ്വഹീഹ് അതിൻ്റെ അലാമത്ത് ഇടുക. ഖത്ത ആണെങ്കിൽ അലാമത്തുൽ ഖത്ത ഇൻറ്റു മാർക്ക് ഇടുക. തേർഡ് ക്വസ്റ്റ്യൻ ഫഖദ മാജിദുൻ ഹഖീബത്തൻ വാഹിദത്തൻ. ഫഖദ നഷ്ടപ്പെടുത്തി, മാജിദ് നഷ്ടപ്പെടുത്തി, ഹഖീബത്തൻ ബാഗ്, വാഹിദത്തൻ 1 ബാഗ്. മാജിദ് 1 ബാഗ് നഷ്ടപ്പെടുത്തി എന്നാണ്. അപ്പം ശരിയാണെങ്കിൽ അലാമത്തു സഹീഹ്, ഖത്ത ആണെങ്കിൽ അലാമത്തുൽ ഖത്ത. ഓക്കെ, നാലാമത്തേത് അൽ ഉസ്റത്തു ഖാദിമത്തുൻ ലിസിയാറത്തി കോഷിൻ. അൽ ഉസ്റത്തു ദ ഫാമിലി. അപ്പം ഇപ്പം പറഞ്ഞ മാജിദിൻ്റെ ഈ ഒരു ഫാമിലി ഖാദിമത്തുൻ
അവർ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിസിയാറത്തി, ടു വിസിറ്റ്, സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് സന്ദർശിക്കാൻ? കോഷിൻ സന്ദർശിക്കാൻ, കൊച്ചിൻ സന്ദർശിക്കാൻ. അല്ല, കൊച്ചിൻ എന്നതിന് അറബിയിൽ കോഷിൻ എന്നാണ് പറയുന്നത്. കൊച്ചിൻ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്, കൊച്ചി കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ശരിയാണെങ്കിൽ അലാമത്തു സഹീഹ്, തെറ്റാണെങ്കിൽ അലാമത്തുൽ ഖത്താ. അഞ്ചാമത്തേത് സാഫറ മാജിദുൻ മഅ ഉസ്റത്തിഹി. സാഫറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു. ആര്? മാജിദ് യാത്ര ചെയ്തു. മഅ ഉസ്റത്തിഹി, വിത്ത് ഹിസ് ഫാമിലി, അവൻ്റെ ഫാമിലിയുടെ കൂടെ. അപ്പം മാജിദ് അവൻ്റെ ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്തു. ശരിയാണോ തെറ്റാണോ? ദെൻ ആറാമത്തേത് ഫുഖീദ മാജിദ്. ഓക്കെ, അവിടെ തെറ്റുണ്ട്. ഫുഖീദയല്ല, ഫഖദ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഫഖദ മാജിദുൻ, അത് ഫുഖീദ എന്ന് വായിക്കരുത്. ഫഖദ മാജിദുൻ തദാക്കിറ വ കുതുബൻ വ മലാബിസ. ഫഖദ മാജിദുൻ, മാജിദ് നഷ്ടപ്പെടുത്തി. എന്തൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്? തദാക്കിറ, ആ ഒരു ടിക്കറ്റുകൾ, അതുപോലെ തന്നെ വ കുതുബൻ, ബുക്സ്, വ മലാബിസ്, ഡ്രസ്സുകൾ. അപ്പം ഡ്രസ്സുകൾ, കുത്തുബുകൾ, തദാക്കിർ, ടിക്കറ്റുകൾ, ഇത്രയും സാധനങ്ങൾ മാജിദ് എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. അപ്പോൾ അവിടെ ഏത് അലാമത്താണോ അത് കൊടുക്കുക. സ്വഹീഹിൻ്റെ ആണെങ്കിൽ അത്, ഖത്തഇൻ്റെ ആണെങ്കിൽ അത്. ദെൻ 7th one മാജിദുൻ തൊബീബുൻ സഊദിയുൻ. മാജിദ് തൊബീബുൻ, ഡോക്ടറാണ്. ഇവിടെയുള്ള സഊദിയുൻ, സൗദിയയിലുള്ള, സൗദി അറേബ്യൻ ഡോക്ടറാണ് മാജിദ്. ശരിയാണോ തെറ്റാണോ? അത് ഇവിടെ മാർക്ക് ചെയ്യാം. ദെൻ 8th one ഉന്ദുർ. ഇന്തലറ ഫിൽ മതാരി 5 സആത്തിൻ. ഇന്തലറ, ഹി, അവൻ വെയിറ്റ് ചെയ്തു. ഇന്തലറ, അവൻ വെയിറ്റ് ചെയ്തു. എവിടെ? ഫിൽ മതാരി, ഇൻ ദ എയർപോർട്ട്, എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. എത്ര നേരം? എത്ര മണിക്കൂർ? 5 സആത്തിൻ, 5 hours, 5 മണിക്കൂർ. എത്ര മണിക്കൂറാണ് വെയിറ്റ് ചെയ്തത്? 5 മണിക്കൂറാണോ? ആണെങ്കിൽ അലാമത്തു സഹീഹ്, അല്ലെങ്കിൽ അലാമത്തുൽ ഖത്ത ഇടുക. 9th one ഫിഷ് ഷന്തത്തി. അഷന്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂട്ട് കേസ്, നമ്മൾ പറഞ്ഞതാണ്. ഫിഷ് ഷന്തത്തി, ഇൻ ദ സ്യൂട്ട് കേസ്, സ്യൂട്ട് കേസിലുണ്ട്. ഏതൊക്കെയാണ്? തദാക്കിറുൻ വ കുതുബൻ. ദർ ആർ ടിക്കറ്റ്സ് ആൻഡ് ബുക്സ് ഇൻ ദ സ്യൂട്ട് കേസ്. സ്യൂട്ട് കേസിൽ ബുക്കുകളും ടിക്കറ്റുകളും ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഫുഖിദ മാജിദുൻ. അവിടെയും ഫുഖിദ എന്നാണ് എഴുതിയിട്ടുള്ളത്, തെറ്റാണ്. ഫഖദ എന്നാണ്. ഫഖദ മാജിദുൻ, മാജിദ് ഫഖദ നഷ്ടപ്പെടുത്തി. എന്തിനേക്കാണ് നഷ്ടപ്പെടുത്തിയത്? അശന്തത, എന്തിനെ? സ്യൂട്ട് കേസിനെ നഷ്ടപ്പെടുത്തി. എവിടെ? ഫി മതാരി, ഫ്ലൈറ്റിലാണ് നഷ്ടപ്പെടുത്തിയത്. എവിടെയുള്ള ഫ്ലൈറ്റിൽ? നോ, എയർപോർട്ടിലാണ് നഷ്ടപ്പെടുത്തിയത്. മത്താർ മീൻസ് എയർപോർട്ട്. ത്വാഇറത്ത് ഫ്ലൈറ്റ്, മത്താർ എയർപോർട്ട്. എവിടെയാണ് നഷ്ടപ്പെടുത്തിയത്? ഏത് മത്താറിലാണ്, ഏത് എയർപോർട്ടിലാണ്? കോഷിൻ, കൊച്ചിയിലുള്ള എയർപോർട്ടിൽ ഷന്തത്ത്, സ്യൂട്ട് കേസിനെ മാജിദ് നഷ്ടപ്പെടുത്തി. ശരിയാണെങ്കിൽ അലാമത്തു സഹീഹ്, ടിക്ക് മാർക്ക്. തെറ്റാണെങ്കിൽ അലാമത്തുൽ ഖത്ത, ഇൻറ്റു മാർക്ക്. ഓക്കെ, അപ്പം കുറേ എക്സസൈസുകൾ, എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്കുള്ള ഹോംവർക്കുകളാണുള്ളത്. നമ്മൾ കുറേ എക്സസൈസുകൾ ഇന്ന് ചെയ്തു അല്ലേ? വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഡേ. We learned many things. We learned word meanings, and we revised our chapter, and there are homeworks for you, and you must do this homework and submit it. You just capture photos and send it via my WhatsApp number, and I will check you and back to you. Okay, by this we are going to wind up our today's lesson. Meet you again with the remaining part of our exercises. Till then, bye bye. Take care. Ila liqa, ma'assalam. And one more thing, be ready for the annual examination because it is very near to us. So
everyone should get ready for the examination. Okay, in the month of March it will be held. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. നമ്മുടെ മാർച്ച് മാസത്തിൽ എക്സാം ഉണ്ടായിരിക്കും. നമ്മൾ പോർഷൻ ഫെബ്രുവരി തന്നെ തീർക്കുന്നതാണ്. നമുക്ക് 2 പേജും കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പരിപൂർണമായിട്ട് ഒരുക്കം നടത്തുക. അറബി വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് തന്നെ അറബിയിൽ മേടിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.